ഇപ്പോഴൊരു പ്രധാന വിവരം വരുന്നുണ്ട്. വീണ്ടും ചില സിഗ്നലുകൾ പുഴയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. പുഴയിലെ മൺകൂനയിൽ സൈന്യം നടത്തിയ റഡാർ പരിശോധനയിലാണ് സിഗ്നലുകൾ കണ്ടെത്തിയത്. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് നാളെ വിശദമായ പരിശോധന നടത്തും. ശിരൂരിൽ നിന്ന് അരുൺ പാറക്കിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇന്നലെ സേന നടത്തിയ പരിശോധനയിൽ അവിടെ ചില മേഖലകൾ, അതായത് പുഴയിൽ നിന്ന് ഏതാണ്ട് 40 മീറ്റർ അകലെ ഒരു മൺകൂനയിൽ അതിന് സമീപത്തായി സിഗ്നൽ 8 മീറ്റർ താഴ്ചയിൽ ഒരു സിഗ്നൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് തന്നെയാണോ ഈ നാവികസേനയുടെ പരിശോധനയിലും സിഗ്നൽ ലഭിച്ചത്? അവിടെ തെരച്ചിലിന് നാളെ സാധ്യമാകുമോ ഇപ്പോഴത്തെ നിലയിൽ, അരുൺ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ആ 40 മീറ്റർ അകലെ 8 മീറ്റർ ആഴത്തിലൊരു സിഗ്നൽ കണ്ടെത്തിയിരുന്നു. അതോടനുബന്ധിച്ച് ഇന്ന് സൈന്യവും അതുപോലെ തന്നെ ഈ നാവികസേനയും ചേർന്ന് പരിശോധന നടത്തി. ആ പ്രദേശത്ത് തന്നെയാണ്, അതായത് അതോടനുബന്ധിച്ച് അതേ ഭാഗത്ത് തന്നെയാണ്, ഈ മൺകൂനയുടെ ഏകദേശം അതേ ഭാഗത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. മൺകൂനയിൽ റഡാർ ഉപയോഗിച്ചുകൊണ്ട് സൈന്യം നടത്തിയ പരിശോധനയിലാണ് ഈ സിഗ്നൽ കണ്ടെത്തിയത്. സിഗ്നൽ കണ്ടെത്തിയെടുത്ത് നാളെ വീണ്ടും വിശദമായ ഒരു പരിശോധന കൂടി നടത്തണം. അവിടെ തന്നെയാണോ, അതിന് കൃത്യതയുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിന്നും ഈ ഒരു വ്യക്തത ഇതിൽ വന്നിരുന്നില്ല. അത് ഈ റോക്കിലെ, അതായത് പാറയിലെ അയൺ കണ്ടന്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ നടത്തിയ പരിശോധനയിൽ ഒടുവിൽ പുറത്തു വന്ന വിവരം. പക്ഷേ ഇതങ്ങനെയല്ല എന്നൊരു വിവരമാണിപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പങ്കുവെക്കുന്നത്. ഇന്ത്യൻ ആർമി അത്തരത്തിലൊരു വിവരം പുറത്തുവിടുന്നു. അതായത് സിഗ്നൽ കിട്ടിയിരിക്കുന്നു, അത് ഒരുപക്ഷെ അർജുൻ ഉപയോഗിച്ചിരുന്ന ഈ ലോറിയുടെ തന്നെ ആവാം, അതായത് ഭാരത് ബെൻസിന്റെ വാഹനത്തിന്റെ തന്നെ ആവാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. മറ്റൊരു കാര്യമുള്ളത്, റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ശിരൂരിലേക്ക് എത്തുന്നു, നാളെ ശിരൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നാളെ 10 മണിയോടുകൂടി അദ്ദേഹം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. എന്നിട്ട് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തും. അർജുനെ കണ്ടെത്താൻ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഉപയോഗിക്കും. കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ നാളെ എത്തിക്കും. തുടർന്ന് വിശദമായ പരിശോധന നടത്തും. ഈ മൺകൂനയിൽ, അതായത് പുഴയുടെ നടുക്കുള്ള മൺകൂനയിൽ സിഗ്നൽ കണ്ടെത്തിയെങ്കിലും അതിനെ അടിയിലേക്ക് തെരച്ചിൽ നടത്തുക എന്നത് വളരെയധികം പ്രയാസമേറിയ കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ശിരൂരിൽ തന്നെയാണ് വിജയകുമാർ. ഇവിടെ ശക്തമായ മഴയാണ്, ശക്തമായ കാറ്റുമുണ്ട്. ഈ പുഴയ്ക്ക്, അതായത് ഈ ഗംഗാവലി പുഴയ്ക്ക് ശക്തമായ അടിയൊഴുക്കുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തണമെങ്കിൽ ശക്തമായ ആധുനികമായ ഉപകരണങ്ങളൊക്കെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ സൈന്യം ഒരുക്കിയിരിക്കുന്നു. നാളെ ഉച്ചയോടുകൂടി ഈ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയാകും. ഉച്ചയ്ക്ക് ശേഷം ഈ പരിശോധന ആരംഭിക്കും. അതിനുശേഷം ഈ സിഗ്നൽ ലഭിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഒരുപക്ഷെ രാവിലെ തന്നെ, അതായത് അനുയോജ്യമായ കാലാവസ്ഥയാണെങ്കിൽ രാവിലെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ സൈന്യം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ മഴയും ശക്തമായ കാറ്റും പുഴയിലെ അടിയൊഴുക്കും അത് വളരെയേറെ പ്രയാസകരമായ ഒരു കാര്യമായി തീരുന്നിരിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനത്തെ, ഈ ദൗത്യത്തെ ദുഷ്കരമാക്കുന്നുണ്ട് വിജയകുമാർ. അരുൺ, നാളെ ഇപ്പോൾ ഈ ഏതാണ്ട് ഒരു 30-35 അടി താഴ്ചയിൽ മണ്ണിങ്ങനെ വീണ് കിടക്കുകയാണ്. ഒരു മൺകൂമ്പാരമായി അത് ഈ പുഴയുടെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നത് നമ്മൾ അവിടെ തുരുത്തിൽ എന്ന മട്ടിൽ കാണുന്നുണ്ട്. അവിടെ വിശദമായ പരിശോധന നടത്താൻ ഈ ചില ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കുമെന്ന് MLA ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അത് നാളെ എപ്പോഴേക്കെത്തും എന്നതിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണമുണ്ടോ? അത് വളരെ ഹ്യൂജ് മിഷനറിയാണ്, അത് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതിൻ്റെ സാധ്യത, അത് എപ്പോഴെത്തും, അത്തരം വിവരങ്ങളുണ്ടോ? ഈ സൈന്യവും അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ, ആ യന്ത്ര സാമഗ്രി? വിജയകുമാർ, തീർച്ചയായും. കാരണം അത്തരത്തിലുള്ള ആധുനികമായ യന്ത്രങ്ങൾ, വലിയ യന്ത്രങ്ങളൊന്നുമില്ലാതെ ഈ പുഴയിൽ തെരച്ചിൽ നടത്തുക എന്നത് അപ്രായോഗികമായ കാര്യമാണ്. കാരണം അത്രത്തോളം അടിയൊഴുക്കും മണ്ണുമൊക്കെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ 30-35 അടിക്ക് മുകളിൽ മണ്ണിങ്ങനെ കൂടി കിടക്കുകയാണ്. പുഴയുടെ ഒഴുക്കൊക്കെ തടസ്സപ്പെടുത്തിയ ഒരു മട്ടാണ് അവിടെയുള്ളത്. ഒരുപക്ഷെ ഈ പുഴ ഗതിമാറി ഒഴുകാനൊക്കെ സാഹചര്യമുള്ളത്ര രീതിയിൽ മണ്ണ് അവിടെ, സാധ്യതയുള്ളത്ര രീതിയിൽ മണ്ണവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. ഈ ആധുനികമായ യന്ത്രങ്ങൾ, ഇന്ന് MLA സൂചിപ്പിച്ചതുപോലെയുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിയാൽ മാത്രമാണ് ഈ തെരച്ചിലിന് കൂടുതൽ ഒരു
ഊർജം കൈവരികയുള്ളൂ, കൂടുതലൊരു വേഗത കൈവരികയുള്ളൂ. ഇന്ത്യൻ സൈന്യവും ആ ഒരു യന്ത്രം എത്തുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ എത്തുന്നത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനമൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ മുങ്ങൽ വിദഗ്ധരൊന്നും ആ പുഴയിൽ അത്രത്തോളം എളുപ്പത്തിൽ ഈ മുങ്ങി തെരച്ചിൽ നടത്തുന്നതിനുള്ള ഒരു സാഹചര്യമല്ല ആ പുഴയിലുള്ളത്. അത്രത്തോളം കഠിനമായ ജോലിയാണ്, എളുപ്പമുള്ള ജോലിയല്ല. അടിയൊഴുക്ക് വളരെയേറെ ശക്തമാണ്. ഒപ്പം ഈ മഴയുടെ ഒരു സാന്നിധ്യം, മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. അത് ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുകയാണ്. ഇന്ന് നേവിയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും ഒക്കെ പലതവണ ഈ വെള്ളത്തിലിറങ്ങി, പുഴയിലിറങ്ങി, ഗംഗാവലിയുടെ നടുഭാഗത്തേക്കൊക്കെ ഇറങ്ങി പരിശോധന നടത്തിയെങ്കിലും ശക്തമായി ആഞ്ഞു വീശുന്ന കാറ്റിൽ, ശക്തമായ മഴയിൽ അവർക്ക് പലതവണ കരക്ക് കയറേണ്ടി വന്നു. ഒടുവിൽ ഇന്ന് സാധാരണ ദിവസങ്ങളെക്കാളും, കഴിഞ്ഞ 7 ദിവസവും നടത്തിയ തെരച്ചിലിനേക്കാളും വേഗത്തിൽ അവർക്ക് കരക്ക് കയറേണ്ടി, ഈ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്ന് നേരത്തെ തന്നെ ഈ തെരച്ചിലൊക്കെ അവസാനിച്ചു. ഇനി ആധുനികമായ യന്ത്രങ്ങൾ എത്തണം. ആ യന്ത്രങ്ങൾ എത്തിയാൽ മാത്രമാണ് ഈ തെരച്ചിലുമായി ഈ സൈന്യത്തിനും അതുപോലെ തന്നെ നാവികസേനയ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ വിദഗ്ധന്മാരടങ്ങിയ സംഘം നാളെ 10 മണിയോടെ എത്തും. യന്ത്രം നാളെ ഉച്ചയോടെ എത്തും. അതിനുശേഷം ഈ തെരച്ചിൽ കൂടുതൽ വേഗത കൈവരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. വിജയകുമാർ. യെസ്, അരുൺ ഈ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത്, ഈ തെരച്ചിലിന് ഒടുവിലായിരുന്നു അവിടെ നിന്ന് ഒരു ബലമുള്ള സിഗ്നൽ കണ്ടെത്തിയത്. ഈ പുഴയിലെ മൺകൂനയിൽ നാവികസേന നടത്തിയ പരിശോധന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അവിടെ കനത്ത മഴ ആ സമയത്ത് പെയ്യുന്നുണ്ടായിരുന്നു, അതിനിടയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സിഗ്നലുകൾ അവിടെ കണ്ടെത്തിയത്. ക്ഷമിക്കണം, വൈകിട്ട് 5 മണിയോടെ നടത്തിയ പരിശോധനയിലായിരുന്നു ഈ സിഗ്നൽ ലഭിച്ചത്. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണിത്. അതിനുശേഷം പിന്നീട് പുഴയിൽ അടിയൊഴുക്ക് ശക്തമാവുകയും ഒരുപക്ഷെ കൂടുതൽ മഴ വനപ്രദേശങ്ങളിലൊക്കെ പെയ്തതോടെ ജലനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അവിടെ വീണ്ടും ഇറങ്ങി പരിശോധനയ്ക്ക് അവർക്ക് കഴിയാതെ വന്നു. അതിനെ തുടർന്ന് പരിശോധന ഇന്ന് വൈകിട്ടോടുകൂടി താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ അവിടെ പരിശോധന ഉറപ്പായും തുടങ്ങും. നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് രാവിലെ, നാളെ അവിടെ പകൽ മുഴുവൻ മഴ പെയ്യുമെന്നാണ് അവിടുന്ന് ഷിരൂരിലെ വെതർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ രാവിലെ കുറച്ച് സമയം മഴ തോർന്നു നൽകും, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ സജീവമാകും. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വെതർ ഫോർകാസ്റ്റ്. അപ്പോൾ എന്തായാലും നാളെയും മഴയുണ്ടാകും. ആ മഴയെ അതിജീവിച്ച്, മോശം കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് അവിടെ തെരച്ചിൽ എത്രത്തോളം പ്രായോഗികമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ നമുക്ക് ലഭിക്കാവുന്ന ഫലസൂചനയുടെ സ്വഭാവവും. അരുൺ തുടരുന്നുണ്ട്. അരുൺ, നാളെ ഇപ്പോൾ ഈ റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലൻ അവിടേക്ക് വരുന്നുണ്ട്, ഷിരൂരിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹവുമായി നമ്മൾ ഇന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ദൗത്യം നാളെ അവിടെ? വിജയകുമാർ, പ്രധാനമായും ഈ GPS ടെക്നോളജി ഉപയോഗിച്ച് ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും സൈന്യം വെച്ചു പുലർത്തുന്നത്. കാരണം അത് ഈ പുഴയ്ക്ക് അടിയിൽ, അതായത് ഈ മണ്ണിനടിയിലുണ്ടെങ്കിലും അത് കണ്ടെത്താൻ ആവുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഒപ്പം ഇൻ്റലിജൻറ്റ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ അതിൽ പരിചയസമ്പന്നരായ ആളുകളെ ഉപയോഗിക്കണം. അത് സൈന്യത്തിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ദുഷ്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നദിയുടെ, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു ഘടന അങ്ങനെയാണ്. നദി അതിവേഗതയിൽ തന്നെ കുതിച്ചൊഴുകുന്നു. മാത്രമല്ല ഈ കടലും പുഴയും സംഗമിക്കുന്ന ഏകദേശം ആ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് കേവലം ഒരു 10 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ കടലും പുഴയും സംഗമിക്കുന്ന ഗോകർണം എന്ന പ്രദേശമുള്ളത്. അതുകൊണ്ട് ഈ നദിക്ക്, ഒഴുക്കിന് വേഗത കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഈ പ്രദേശത്തുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ലോറിയെ, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെ ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക എന്നത് ഈ വിദഗ്ധന്മാരടങ്ങിയ കൂടുതൽ പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ ഒരു വിദഗ്ധോപദേശം, അവരുടെ സേവനം സൈന്യത്തിന്, ഈ ദൗത്യ സംഘത്തിന് അത്യാവശ്യമാണ്. നാളെ 10 മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ ദുഷ്കരമാണ് ആ ദൗത്യം. ഈ മണ്ണ് കൂമ്പാരത്തിനിടയിലുള്ള തെരച്ചിൽ, അതിന് എന്തൊക്കെ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ അവിടെ നാളെ തന്നെ ലഭ്യമാകുമോ? ഈ മോശം കാലാവസ്ഥയൊക്കെ ഇപ്പോഴും പ്രതിബന്ധമായി തുടരുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് നാളെ ചില നീക്കങ്ങൾ നടത്താൻ കഴിയും എന്നാണ് സേനാ വിഭാഗങ്ങളൊക്കെ പറയുന്നത്. നാവികസേനയും കരസേനയുടെയും അവിടെ യൂണിറ്റുകൾ അവിടെ തുടരുന്നുണ്ട്. നാളെ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ എത്തിച്ചുള്ള പരിശോധന നടക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്ന്.